റിബ്, പിന്നെ ഒരു ഗ്രേവി. ചേട്ടാ അപ്പോഴേ ഇതൊരു പ്ലേറ്റ് ഇതെന്തോ പ്രൈസ് എത്ര? 160 എല്ലാം 160 അല്ലേ? അപ്പം എല്ലാം 160 ആണ്. നമ്മൾ ഓരോന്ന് അടിക്കുക. പൂര ബീഫ് ഫെസ്റ്റിവൽ. അപ്പോൾ ബീഫ് റോസ്റ്റ് ഇവിടെ ഉണ്ട്, ബീഫ് ചോപ്സ് എല്ലാ സാധനവും ഉണ്ട് കേട്ടാ. ഇവിടെ വരുമ്പോൾ ഇവിടെ കയറി കേട്ടാ പ്രിൻസിലെ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ചോപ്സ് വന്നിട്ടുണ്ട്. ബീഫ് ചോപ്സ്. സപ്ലയറിനോട് പറയുന്നത് അതിനെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്, പുറത്തെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട ഇതാട്ടാ. എനിക്കൊന്നും കിട്ടിയില്ല. ബീഫ് സാധനം വെച്ച് തന്നോളാം. അത് തന്നെ നീ പെട്ടത് ചേട്ടാ. ഒരു പെപ്സി മേടിച്ചിട്ടോടാ. തംസപ്പ് 40 പോടില്ലേ? 40 സെവനപ്പാണോ? ഒരു 7 ഹാഫ് ലിറ്റർ. ഇവിടെ ചിക്കൻ ചില്ലി എന്നാ പറഞ്ഞത്? ചിക്കൻ ചില്ലി അപ്പം ഞങ്ങള് ഹലോ. അപ്പം നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് നമ്മളൊരു ദിവസം സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ ഒരു ചെറിയൊരു കറക്കത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം പിള്ളേരുള്ളതുകൊണ്ടേ ഡാനുമൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവൻ പഴമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു മ്യൂസിയം ഉണ്ട് അവിടെ, മോഡേൺ ആർട്ടിൻ്റെ മ്യൂസിയം. അത് കാണാൻ പോകാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചർച്ചുണ്ട്, അവിടെ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി. അതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഈ ശിവാജി നഗറിൽ നിന്നാണ് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നത്. ശിവാജി നഗറിൽ തന്നെ അവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ആ കാണുന്നതാണ്. ഒരു ഇംഗ്ലീഷുകാരൻ്റെ പേരിലാണ് ഹോസ്പിറ്റൽ. അപ്പോൾ അത് ആരാണെന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല, നോക്കണം ആരാണെന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ മറ്റേ ഞാവൽപ്പഴം, അതുപോലെ പ്ലം. ഇവിടുത്തെ കാലാവസ്ഥയുടെ ആണോന്നറിയില്ല, ഫ്രൂട്ട്സൊക്കെ കേടാവാതിരിക്കും. ഇങ്ങനെ കണ്ടമാനം വെയിലില്ലല്ലോ. പിന്നെ നൈസായിട്ടുള്ളൊരു മഴയാണ് ഇവിടുത്തെ എപ്പോഴുള്ളൊരു കാലാവസ്ഥയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചെന്നപ്പോൾ തൊട്ട് ഈ ഒരു ചാറ്റൽ മഴ ഇങ്ങനെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മ്യൂസിയത്തിലെത്തി. ഇവരെല്ലാവരും ആദ്യം പോന്നു, പിന്നെ ഞാൻ ഒരു വണ്ടി ഒറ്റക്കാണ് വന്നത്, ഓട്ടോക്ക് വന്നു. അപ്പോൾ ആ ഓട്ടോയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഓട്ടോ ഒരു ആപ്പാണ്, ആപ്ലിക്കേഷനാണ്. പക്ഷേ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി മാത്രം പ്രതീക്ഷിച്ച് നിൽക്കരുത്, പണി കിട്ടും. അവർ റേറ്റ് കൂട്ടുക അല്ലെങ്കിൽ അവർ കോൾ അറ്റൻഡ് ചെയ്യാതെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിവിടെ മ്യൂസിയത്തിൽ വന്നു. മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 മാസം ഒരാളുടെ ചിത്ര പ്രദർശനമാണ് നടക്കുക. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കൽക്കട്ട എന്നുള്ള ബംഗാളി കലാകാരൻ്റെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബംഗാളി കലാകാരൻ്റെ ചിത്രപ്രദർശനങ്ങളാണ് നടക്കുന്നത്. ജെയിംസൊക്കെ ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് വന്നിട്ടൊരു ഡേ സമാധാനമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഡേ മീൻസ് കുറച്ച് നേരം നമുക്കൊരു ലഞ്ച് വരെയൊക്കെ നമുക്ക് അതിമനോഹരമായിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം നല്ല കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. 20 രൂപയെ നമുക്കിവിടെ പാസ്സുള്ളൂ. ഫോറിനേഴ്സിനൊക്കെ 500 രൂപയാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു. ഡാനുമൊക്കെ ഇവിടെ അടിച്ച് പൊളിച്ചാണ് നടക്കുന്നത്. ഡാനുമൊക്കെ കൊച്ചു പിള്ളേർക്ക് അറിയാമല്ലോ, അത് നല്ലൊരു എക്സ്പീരിയൻസാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി. അപ്പോൾ അദ്ദേഹം വരച്ച കുറച്ച് പടങ്ങളാണ്. പഴയ കാലത്തെ തയ്യൽക്കാരനും അങ്ങനെ സ്വാമിമാർ, അങ്ങനെ കുറേ ആളുകൾ, രാജകൊട്ടാരത്തിലെ ജോലിക്കാർ, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പടം, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു.
ഇതൊരു പ്രധാനപ്പെട്ട ഹോളാണ്. ഇത് അദ്ദേഹത്തെ പറ്റി എഴുതിയേക്കുവാണ്, ചിത്രകാരനെ പറ്റി എഴുതിയേക്കുന്ന ഭാഗമാണ്. നന്ദലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ പോയത് ഒരു സയൻസ് പാർക്കിലോട്ടാണ്. സയൻസ് പാർക്കിന് മുന്നിൽ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അതിലാണ് പടം എടുത്തത്. ഈ സോണിൽ കറക്കുന്നത് ഗലീലിയോ എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കളിക്കുകയും അതോടൊപ്പം സയൻസും കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഏതാണ്ടൊക്കെ അതൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഇതൊക്കെ ഒന്ന് സയൻസും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സയൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യപ്പെടുത്തലും കൂടിയാണ് ഈ പാർക്ക്. കുഴപ്പമില്ലാതെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ തിരക്കൊന്നുമില്ല. നമ്മളുടെ ശ്രീചിത്രയിലുള്ളതുപോലത്തെ ഒരു ഷോയൊക്കെ ഇവിടെയുണ്ട്, പ്ലാനറ്റേറിയത്തിൻ്റെ ഷോയൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ അത് ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് നമ്മളതിനകത്ത് കയറിയില്ല. 40 ആളുകൾക്ക് ഒരു സമയത്ത് കയറാൻ പറ്റുള്ളൂ. അതിൽ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ലേറ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു. അപ്പോൾ അന്നത്തെ യാത്രകൾ മെയിനായിട്ടുള്ള കാഴ്ചകൾ ഇതോടെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് കൂടുതലും മീറ്റും അങ്ങനെ ചിക്കൻ അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ബിരിയാണി എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു. വാലിമ എന്നാണ് ആ കടയുടെ പേര്. വാലിമ ബിരിയാണി വെരി ഫേമസ് ആണ് അവിടെ. സോ അങ്ങനെ നമ്മളത് കഴിച്ചു, എല്ലാവരും കഴിച്ചു. പൈസയും കുറവാണ്, 80 രൂപയുള്ളൂ ആ ബീഫ് ബിരിയാണിക്ക്. നന്നായി കുക്കായിട്ടുണ്ട്. കണ്ടോ, പുതിയ പുതിയ ചെമ്പുകൾ കൊണ്ടുപോവുകയാണ്. തീരുന്നു പൊട്ടിക്കുന്നു, അത്ര ക്യൂ ആണ്. അപ്പച്ചനൊക്കെ പറഞ്ഞ് വേണ്ട, ഇവിടെ നിന്ന് കഴിക്കേണ്ട, ഭയങ്കര ആളാന്നൊക്കെ. പിന്നെ എന്നാലും സാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. വൈകിട്ട് നമ്മളൊന്ന് MG റോഡ് പോയി, കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയി. അതിൻ്റെ കുറച്ച് പടങ്ങളാണത്. കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോയി. അങ്ങനെ സൂപ്പറായിരുന്നു നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ്.